ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖം, കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. പുല്ല് വാഷിംഗ് മെഷീൻ സമ്മതിക്കില്ല തോന്നുന്നുണ്ട്, ഒടുക്കത്തെ സൗണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. അതായത് ചിക്കൻ 65 അല്ല, നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് അതിൽ ഇടുന്നത്. അത് ഏകദേശം ഒരു ദം ബിരിയാണി സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ബിരിയാണി ഇതുവരെ ഉണ്ടാക്കി കണ്ടിട്ടുള്ളൂ. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. രാവിലെ നേരത്തെ എണീറ്റ് പോയിട്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. ഞങ്ങളായിരുന്നു ആദ്യത്തെ കസ്റ്റമേഴ്സ് അല്ലേ? തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ മുമ്പ് ഒരു അപ്പൂപ്പനെ ഞാൻ കണ്ടായിരുന്നു അവിടെ. അല്ലല്ല, ഒരു നീലിയും വെള്ളയിട്ടൊരു അപ്പൂപ്പനെ അതിൻ്റെ ഉള്ളിൽ ട്രോളിയും തള്ളി നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കസ്റ്റമറായിരുന്നു ഞങ്ങൾ. എനിക്ക് തോന്നിയില്ല, കാരണം നമ്മൾ കയറിയപ്പോഴത്തേക്കും ഉള്ളിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അല്ല, ഞങ്ങളായിരുന്നു ആദ്യം കയറിയത്. അതിനുശേഷം ഞങ്ങൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു. ഞങ്ങൾ അൽഗുബൈബ വരെ ഒന്ന് പോയതാണ്. ചോദിച്ചാ ഞാൻ പറഞ്ഞാണ് അതുവരെ പോയിട്ട് വന്നതെന്നുള്ളത്. ആദ്യം ഞങ്ങൾ പോയത് സ്പൈസസിൻ്റെ ആ ഒരു ഏരിയയിലോട്ടായിരുന്നു. ഒരുവിധം സ്പൈസസ് എല്ലാം ഉണ്ട്, പക്ഷേ ഏലക്ക മാത്രം ഇല്ല, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾ ഒരു ചായപ്രാന്തനായതുകൊണ്ട് ചായയിൽ എപ്പോഴും ഏലക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാരണം ഏലക്ക കുറഞ്ഞുപോയി എന്നല്ല, തീർന്നുപോയി. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് എന്തിരിക്കുന്നത്, ഈ ടോയ്സിൻ്റെ സെക്ഷൻ. കാറ്, ജിപ്പ്, ഗണ്ണ്, ഇതെല്ലാം. അപ്പോൾ അതൊക്കെ ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നു. ഇപ്പം ഞാൻ വിട്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് സാധനങ്ങൾ മേടിക്കണ്ടല്ലോ, വേണമല്ലോ. ആദ്യം ഞാൻ ചിക്കനിലോട്ടുള്ള യോഗേട്ട് എടുത്തു. മീൻസ് ചിക്കന് മാത്രം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ആ കുറച്ച് യോഗേട്ട് എടുത്തുള്ളൂ. പിന്നെയാണ് എനിക്ക് ഓർമ്മ, നമുക്ക് ഇതും കൂടെ ഉണ്ടാക്കണ്ടേ, സാലഡ് കൂടെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിലോട്ടുള്ള യോഗേട്ടും കൂടെ വേണ്ടിയിട്ട് കുറച്ച് വലുതെടുത്തു. ഇതൊന്നും അധികം അങ്ങനെ സ്റ്റോക്ക് വെക്കാറില്ല, ഉപയോഗിക്കാത്തതുകൊണ്ട്. അതൊക്കെ മേടിച്ച് നോക്കുമ്പോഴാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരാൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അയാളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എന്താ ചെയ്യുക, ഭർത്താവായിപ്പോയില്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ബാക്കി പച്ചക്കറികളൊക്കെ മേടിക്കാം. വീക്ക്ലി മേടിക്കുന്നത് കൊണ്ട് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിരിയാണിയിലോട്ട് മാത്രമല്ല, ലെമണൊക്കെ ബിരിയാണിയിലോട്ട് മാത്രമായിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം പച്ചക്കറി പറഞ്ഞാൽ ഈ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, നോർമൽ. കൂടുതൽ അങ്ങനെയൊന്നും എല്ലാ വെജിറ്റബിൾസും ഒന്നും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ മേടിക്കുള്ളൂ, ആ ഒരു ദിവസം മാത്രം. അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ മേടിച്ചു. ഞങ്ങൾ അധികം ഇങ്ങനെ ഓഫ് ഡേൻ്റെ അന്ന് ഒന്നില്ലെങ്കിൽ തലേ ദിവസം ആയിരിക്കും ഞാൻ മേടിച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് വന്ന് അങ്ങനെ മേടിക്കുക ചെയ്യുക. ഇത് 100 നമ്പർ. നിങ്ങളുടെ നാട്ടിലൊക്കെ 100 നമ്പർ എന്നാണോ ഇതിന് പറയുന്നത്? നമ്മുടെ പൂരത്തിനൊക്കെ കിട്ടുന്ന ഒരു സ്വീറ്റ്, കുറച്ച് ഹാർഡായിട്ട്. പക്ഷേ എനിക്കിഷ്ടമായില്ല കേട്ടോ, പുള്ളിക്കും ഇഷ്ടമായില്ല. പക്ഷെ കുറച്ച് മേടിച്ചു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. പിന്നെ രാവിലെ ആയതുകൊണ്ട് നമ്മുടെ എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് രാവിലെ ഫുഡ് കഴിക്കേണ്ടത് തന്നെയാണ് ഇറങ്ങിയത്. 8 മണിക്കൊക്കെ ഇറങ്ങി വന്നപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ 2 പഴംപൊരി മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ, ഞങ്ങൾ പോകാൻ നേരത്തെ ഏറ്റവും ലാസ്റ്റാണ് ചിക്കൻ മേടിച്ചത്. ആദ്യം തന്നെ ചിക്കൻ മേടിച്ചിട്ടിടണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടാണ് ചിക്കൻ മേടിച്ചത്. അപ്പോൾ ഒരു 1 kg ചിക്കൻ മേടിച്ചിട്ട് കട്ട് ചെയ്യാൻ കൊടുത്തു. മീഡിയം സൈസ് കട്ട് ചെയ്തോളം പറഞ്ഞു. മീഡിയം പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ സൈസാണ് പീസ് കട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇന്നെൻ്റെ ഓഫാണ്. സോ ഇന്ന് 6 മണിയാകുമ്പോൾ വിളിച്ച് നീപ്പിച്ചാണ്. ഓഫിൻ്റെ അന്ന് ഭർത്താക്കന്മാർക്ക് കിടന്നുറങ്ങാനുള്ള അവകാശവും ലഭിക്കുന്നതല്ല ആഫ്റ്റർ മാരേജ്. എടോ, ഞാൻ 6 മണി 6:15 എണീറ്റപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി കിടക്കാൻ വേണ്ടി പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രം കല്യാണം കഴിച്ചോളൂ. ഞാൻ ചോദിച്ചല്ലേ. ഹാവ് എ നൈസ് ഡേ, ബൈ ബൈ. കുളിച്ച് കുറിയൊക്കെ തൊട്ടുള്ള നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വിചാരിക്കും നമ്മളെന്നും ഇങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന്. ഇന്ന് എൻ്റെ ഓഫിൻ്റെ ദിവസം ഇന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നീറ്റ്
എന്നിട്ടാണ് ഒന്ന് കുളിച്ചത്. എന്നിട്ട് അവൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് ആയിട്ടാ നോക്കണം ഗൈസ്. ഞാൻ 6:15 എണീറ്റിട്ട് 2 വരെ എണീറ്റു. അപ്പം ഞാൻ ചോദിച്ചു ഇനി ഉറങ്ങണോ? അപ്പോൾ ആള് പറഞ്ഞു എന്താ പറഞ്ഞു ഉറങ്ങണം, ഉറങ്ങണ്ട പറഞ്ഞു. എന്നിട്ട് 2 വരെ എണീറ്റു. അതിനാണ് ഈ ഷോ. കുളി കുങ്കുമൊക്കെ തെറ്റുണ്ട് ഗൈസ്. കഴിഞ്ഞില്ലേ? ബില്ലാക്കാം. ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഉറപ്പല്ലേ? എനിക്ക് ചിക്കനും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒന്നുമില്ല, വീട്ടിൽ പോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. സാധാരണ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്നായിരുന്നു കുറേ ആയിട്ട് അവിടെ നിന്ന് തന്നെ മേടിക്കാറ്. ഇങ്ങോട്ട് വരുന്നത് കുറവായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളൊരു ഇവിടെ ഓൾറെഡി ഉള്ളതാണ് ഹാപ്പിനെസ് മെമ്പർഷിപ്പ് പറഞ്ഞിട്ട്. അത് ഞങ്ങളിപ്പോൾ ഈ ഇടയാണ് എടുത്തത്. അപ്പോൾ അതിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിവാർഡ്സൊക്കെ കിട്ടും. പിന്നെ കുറച്ച് അതിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് കുറച്ച് ചിലതിനൊക്കെ എമൗണ്ട് കുറവുണ്ടായിരിക്കും. നമുക്ക് റിവാർഡ്സൊക്കെ കിട്ടും, റിഡീം ചെയ്യാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് കണ്ടിട്ട് ഞാൻ ആളെ ചീത്ത പറയുകയാണ്. ഞാൻ വരുന്ന സമയത്ത് എമൗണ്ട് കുറവായിരിക്കും, ആൾ വരുന്ന സമയത്ത് നല്ല എമൗണ്ട് കൂടുതലായിരിക്കും. ബാക്കി കാണും. ഞാൻ എന്നെ പറ്റിയൊന്ന് ആലോചിച്ചതാ. ഇത്രയും നേരം ആരാ ഫോണിൽ വീഡിയോ എടുത്തായിരുന്നേ? ഓക്കെ, ഇപ്പം ആരാ വീഡിയോ എടുക്കണേ? സാധനം അറിയില്ല. സാധനം അറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ്ടേ? ഇത് കേക്ക്. സാധാരണ ഞാൻ ഷോപ്പിങ്ങിനല്ല, ഞാൻ സാധനം മേടിക്കാൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കാൻ പാടില്ല ഗൈസ്. ഇവളിങ്ങനെ ഏതേലും നേരം കണ്ട ഇവള് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കലകലകലകലാൻ ചിലച്ചോണ്ടായിരിക്കുന്നത്. അപ്പം നേരിട്ടിട്ടോ ഒരു സുഖവും മുറിയും തരില്ല. നേരം വെളുത്താൽ തുടങ്ങും ഗിർ 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 പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ പറഞ്ഞ ശരി, ഓക്കെ, താങ്ക് യു, ബൈ. ഈ ഇടയായിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ഈ കുട്ടി ഇപ്പോൾ ഭയങ്കര ഒരു ഡ്രാമാറ്റിക് അവസ്ഥയിലെത്തിയിരിക്കുന്നു. എന്ത് പറഞ്ഞാലും അഭിനയമാണ്, ഫുള്ള് അഭിനയ സിംഹമായിരിക്കും. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവള് മറ്റേ ഇതാക്കും, ദേഷ്യപ്പെടുന്ന ഭാവങ്ങളൊക്കെ ഇടും, തെറ്റും. അപ്പോൾ മിഷൻ സക്സസ് ആയി ഗോയ്സ്. കുറച്ച് അഭിനയിച്ചിട്ടുണ്ടാണെങ്കിലും എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് എന്നെ പിടിക്കാൻ സമ്മതിച്ചില്ല. എന്തോ ചെയ്യും. ഇപ്പോൾ 4 മണി ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ 4:15 നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ. എത്ര കിലോ ചിക്കൻ ഉണ്ട്? 1 kg ചിക്കനാണ്. ഞങ്ങൾക്ക് ഒരു 2 ദിവസത്തിനുള്ള ബിരിയാണി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആദ്യം ആരാ ഈ പറയുന്നത് 2 ദിവസത്തിലേക്കുള്ള ബിരിയാണി? ചിക്കനും ഇവളും തമ്മിലൊരു എന്താ പറയാ, അവര് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ചിക്കൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് അതിന്റെ ഭൂരിഭാഗം കഴിച്ചത്. എന്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തവർക്ക്. പിങ്ക് സാൾട്ട് അല്ലല്ലോ, വൈറ്റ് സാൾട്ട് അല്ല. വൈറ്റ് സോൾട്ട് ആണെങ്കിലും ഇവിടുത്തെ ഉപ്പിന് കുറച്ച് കൂടുതലാണ്. നമ്മൾ കുറച്ച് ഉപ്പിട്ടും മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈസ് ഉണ്ടാക്കാം. ഇപ്പോൾ കുറച്ച് ഫ്രൈ മാറ്റി വെക്കും വേണം. ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി, തൈരോ ഇപ്പോൾ മാഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്. അത് ശരിക്കും ഇടണ്ട. ഇപ്പോൾ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈസിൻ്റെ കൂടെ വെറുതെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചത് വേറെ ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് മാഗ്നേറ്റ്. അത് വേണം. ചിക്കൻ ഫ്രൈ സെപ്പറേറ്റ് ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കില്ല. ഇത് നമ്മൾ ടോട്ടൽ ഫ്രൈ ചെയ്യുന്നത് കൂടാണ്ട് കുറച്ച് ഫ്രൈ ചെയ്തതും ബാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായോ ഗൈസ്, ചിക്കനോട് അഗാധമായ ബന്ധമായിരിക്കുള്ളത്. എനിക്ക് ഫ്രൈഡ് ഐറ്റംസ് കുറച്ച് ഇഷ്ടമാണ്. യെസ്, അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് വേറെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇതുകൊണ്ട് മൊത്തം ഞാൻ മൊത്തമല്ല, കുറച്ച് ഫ്രീസറിലെടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളത് മാഗ്നേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഞാൻ വെച്ച ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം വെച്ചു. അതിൽ കുറച്ച് നെയ്യും കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലോട്ട് നമുക്ക് സ്പൈസസ് ഇടാം. ഇന്ന സ്പൈസ് ഒന്നുമില്ല, ഞാൻ എനിക്ക് കണ്ടൊക്കെ 2 ചെറിയ കഷ്ണം പട്ട. ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്.
അല്ലെങ്കിൽ നമ്മളിട്ട സ്പൈസസ് ഒക്കെ കേട് വരും, മീൻസ് കരിയും. ഒരു 2 3 ഒന്ന് കാണിച്ചു കൊടുക്കാം. 1 ഗ്രാം ഇത് പട്ട, 1 ബേ ലീഫ്. ഇങ്ങനെയാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇടാൻ എല്ലാം കുറച്ച്. പിന്നെ നമുക്ക് ഗ്രാമ്പു ഒരു 3 ഏലക്ക. ഗൈസ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. 2 3 ഏലക്ക. പക്ഷെ എനിക്ക് ഈ റൈസ് കഴിക്കുന്ന സമയത്ത് ഏലക്ക കഴിക്കാൻ തീരെ ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമായിരിക്കില്ല. അപ്പം അതൊക്കെ ഇട്ടു. വേണമെങ്കിൽ ഒരു പൂവ് ഇടാം. ഇതിനെന്താ പറയുക, കരാമ്പൂ. കൂടെ കുറച്ചിട്ടു. ഇത്രയും സ്പൈസസ്. പിന്നെ പെരുംജീരകം അങ്ങനത്തെ എക്സ്ട്രാ ഉള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ആടില്ല. ഒരു എന്താ നാരങ്ങ ഒരു ഉണ്ട പോലത്തെ സാധനമൊക്കെ ഇല്ലേ, അല്ല ഞാൻ കാണിച്ചു തരാം. ഈ സാധനം എവിടെ ഈ സാധനം ഒന്നും ഇടില്ല. നമുക്ക് കുറച്ചുള്ളി, സവോളി ചതച്ച് വെച്ചിട്ടുള്ള. ഇത് നമ്മുടെ നാട്ടിലെ സവോളയല്ല കേട്ടോ, ഇത് മറ്റേ സവോളയാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ നാട്ടിലത്തെ, പക്ഷെ അതിന് ഇന്ത്യൻ തന്നെ എഴുതിയിരിക്കുന്നു. പക്ഷെ നല്ല നീറലാ കണ്ണ്. എന്തായാലും ഏത് സവോളയാണെന്നുണ്ടെങ്കിലും ഈ നീറ്റലിനൊന്നും ഒരു കുറവില്ല. പറഞ്ഞെന്താ താനാണ് ഉള്ളി അരിഞ്ഞത് നാട്ടുകാരെ അറിയിക്കാം. നമുക്കത് കണ്ടോ, ഇവിടെ നിങ്ങളെ നാട്ടുകാരെന്നാണ് വിളിച്ചത്. ഇവിടെയൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇത് വാട്ടുക. ഇതിനെടുക്കുന്ന അരി ജീരകശാല അരിയാണ് എടുക്കുന്നത്, നമ്മുടെ ബസ്മതി റൈസ് അല്ല. ജീരകശാല അരി തന്നെ എടുക്കണം, ജീരകശാല അരി മസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് അത് കാണിച്ചു കൊടുത്ത് കഴുകിയിട്ട് ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ഊറ്റി അതിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ ഇതാണ് ഈ ജീരകശാല അരി എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ എന്നോട് പറഞ്ഞു തരാനാണ് ഗൈസ് പറഞ്ഞിരുന്നത്, പക്ഷെ എനിക്ക് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഒന്നും അറിയില്ല. അത് ബിരിയാണിയുടെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വാടിയിട്ടുണ്ട്. കരിയണേന്ന് തന്നെ നമുക്ക് അരിയിടാം. ഞങ്ങളിപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കണേ. 1.5 ഗ്ലാസ്. അതിലോട്ട് നമുക്ക് എത്ര ഗ്ലാസ് അരി ഇടണം, അതിൻ്റെ ഇരട്ടി വെള്ളം, 3 ഗ്ലാസ് വെള്ളം. ഗൈസ് നിങ്ങൾ കേട്ടില്ലേ, 1.5 ഗ്ലാസ് അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളം. ജീരകശാല അരിക്ക് അങ്ങനെയാണ്. ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ അല്ല, ബസ്മതി റൈസ് കൊണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കരുത്. ബസ്മതി റൈസ് ആണ് നമ്മൾ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഇതൊക്കെ ഞാൻ പഠിച്ചത് ആരുടെ അടുത്തുനിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയെടുക്കുന്നതാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കൊക്കെ അറിയാം, പക്ഷെ എന്നാലും പിന്നെ കുറച്ചൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതെ. നമുക്ക് വെള്ളം 3 ഗ്ലാസ് വെള്ളം ഓൾറെഡി ഞങ്ങൾ 3 ഗ്ലാസ് വെള്ളം 3 ഗ്ലാസ് അളന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിക്കാം. ഇവിടെ പേര് മാത്രമേ രഞ്ജിനി എന്നുള്ളൂ, ഇവിടെ വെറും കത്തറിയാണ്. എന്നോട് ആരാ ചോദിച്ചത്? ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്. ആ സൈഡിൽ നിന്ന് അരിയുടെ ഇത് താഴത്തേക്ക് എടുത്തിടണം. തമിച്ചേരി വേണ്ട ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് അധികമായി കഴിഞ്ഞ് സഹിക്കുക. അത് ഇത്ര ഉപ്പ് കറക്റ്റ്. വേറെ ഇതിലോട്ട് ഒരു സംഭവം കൂടെ ഉണ്ട്. ആര് സഹിക്കണം? ഞാൻ സഹിക്കണം ഗൈസ്. ഇതിലോട്ട് നമ്മൾ ഈ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി നാരങ്ങ, കൂടുതലൊന്നും വേണ്ട, കുറച്ച്, ഒരു വേറൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് അവിടെ ചോറാവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ പൊരിക്കാം. ഇത് ചിക്കൻ ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാം. ചൂടായില്ല, നല്ല ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഫുൾ ഇടാൻ പറ്റിയില്ല, 2 തവണയായിട്ട് നമുക്ക് ഇടാം. ആദ്യം കുറച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ തന്നെ നമ്മൾ ദമ്മിടും. അപ്പോൾ ഈ എണ്ണ, നമ്മൾ ഈ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ബാക്കി ഉള്ളി തക്കാളി മസാലയൊക്കെ വഴറ്റുന്നതൊക്കെ. നമുക്ക് എണ്ണ ലാഭിക്കാം. നോക്ക് ഗൈസ്, എവിടെ കയറിയിരിക്കണം നോക്കിയേ.
ആ ഗ്യാപ്പിൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചതച്ച് എടുപ്പിക്കാം. മിക്സി ഉണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടം. യെസ്, ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യരുത്, നമ്മൾ ചതക്കുകയാണ് വേണ്ടത്. ഇത് എവിടുന്ന പഠിച്ചെന്ന് പറഞ്ഞാൽ മുണ്ടിയമ്മയ്ക്ക് മുറുക്കാൻ കുത്തി കൊടുത്തിട്ട്. മുണ്ടിയമ്മ ഞങ്ങളുടെ അയൽവാസിയായിരുന്നു. ആര്? മുണ്ടിയമ്മ. നിങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു ഒരു മുണ്ടിയമ്മ. ഇപ്പം മരണപ്പെട്ട്, പക്ഷെ മുണ്ടിയമ്മയ്ക്ക് മുറുക്കാൻ കുത്തിയിട്ട് ഞാൻ മുറുക്കാൻ കുത്തുക, പുറത്ത് പോകാതിരിക്കാൻ ഇങ്ങനെ കുത്തി പിടിക്കുക. നമ്മുടെ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ചോറ് ഓൾറെഡി ആയി. ഒരു ഫുള്ള് 100% പകരം ഒരു 75% അതായത് കുറച്ച് മീൻസ് അടി ആ വേവ് അങ്ങോട്ട് കറക്റ്റ് ആവും. ആ രീതിയിലുള്ള വേവാക്കുക. അടിയിൽ കുറച്ചൊരു വെള്ളം, ഒരു ചെറിയൊരു പശുപ്പശുപ്പുള്ള പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കി ഇടുക. എന്നിട്ട് നമ്മൾ പിന്നെ ദമ്മിടും. ഇടുമ്പോൾ കറക്റ്റ് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് മാറും. ഇത് ഇത്ര മതി. കുറച്ച് ദിവസമായി. 2-3 ദിവസമൊന്നുമില്ല, ഓഫുള്ള സമയത്ത് മാത്രം. അതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും. അപ്പോൾ എന്നെ നേരത്തെ എണീപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയുകയാണ് മരുമകൻ. ഉറങ്ങാൻ സമ്മതിച്ചില്ല, അതാണ് ഇതാണെന്നൊക്കെ പരാതി പറയുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിലോട്ടുള്ള മസാല ഉണ്ടാക്കാം. ആദ്യം ഉള്ളിയല്ല, നമ്മൾ അതേ ഓയിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയില ഒക്കെ ഇട്ടിട്ട് ചതച്ചത് ഇതിലോട്ട് ഇടാം. ഇത് വഴന്നതിന് ശേഷം വേണം നമ്മൾ ഉള്ളിടാൻ വേണ്ടിയിട്ട്. കളറൊക്കെ നല്ല ഇഷ്ടമായി. മഞ്ഞയും പച്ചയും കൂടി ചേർന്നിട്ട് കളർ പൊള്ളി. ഓണായിട്ടാണ് ഞാൻ പറഞ്ഞ കളറിന്റെ കാര്യം. ഓക്കെ, അടുത്തത് നമുക്ക് സവാള. ഇത് എത്ര സവാള ഉണ്ട്? 2 സവാള. മീഡിയം സൈസ്. മീഡിയം അല്ല, ഒരെണ്ണം വലുതും ഒരു മീഡിയം സൈസ്. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മധുരം സംഭവിക്കും. അപ്പം ഇങ്ങനെ വഴണ്ട് വരുന്ന സമയത്ത് കഴിഞ്ഞില്ല എന്നാവുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇടാം. ഒരു വലിയ തക്കാളി അല്ലേ? അതിലൊരു കുറച്ച് ഞങ്ങൾ എടുത്തിട്ട് സാലഡിലിട്ട് കഴിച്ചു. അതുപോലെ കുറച്ച് വലിച്ചിട്ട് സംഭവം പച്ചമുളകൊക്കെ എടുത്തിട്ട് അപ്പുറത്തായിക്കൊണ്ടിരിക്കുന്നത് മുട്ടയാണ് കഴിച്ചത്. അപ്പം ഞങ്ങൾ 2 മുട്ടയും വെച്ച് പോകാൻ. ഓക്കെ, അപ്പോൾ തക്കാളി ഉള്ളി 2 പക്ക നല്ല പാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിങ്ങനെ ആവുന്ന സമയത്ത് നമുക്കൊരു മസാല പോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ അങ്ങനെ ഉള്ളിയും തക്കാളിയൊന്നും അധികം എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കുറച്ചും കൂടി ഒരു ക്രീമി ഇത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനിത് അധികം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം കരിഞ്ഞു പോകും. ഈ മസാലയിലോട്ട് നമുക്ക് ചിക്കൻ മസാല ഇടാം. ബിരിയാണി മസാല ഇടാം. പക്ഷെ ഞാൻ ബിരിയാണി മസാല ഒന്നും ഇടുന്നില്ല. ഇതിലോട്ട് നമുക്ക് പൊരിച്ച ചിക്കൻ ഇതിലേക്ക് ഇതിലോട്ടും പോട്ടെ. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു സംഭവം വിട്ട് കഴിച്ചു, തൈരിടാൻ മറന്നു. അപ്പോൾ ഞാൻ തൈരും കൂടെ ഇട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി. ഇനി അഗെയിൻ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റൈസ് ഇടാൻ പോവാണ്. റൈസ് ഇടാം. എന്തൊരു പുതിയ കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ ദമ്മിട്ടു. അതിൻ്റെ മുകളിൽ മല്ലിയിലയും പുതിനയിലയും മുറുക്കിയിട്ട് അതിട്ടു. വേറെ സംഭവം നമ്മൾ മിസ്സായിപ്പോയി, അണ്ടിപ്പരിപ്പ് മുന്തിരി. അപ്പോൾ നമ്മൾക്ക് അത് ദമ്മായി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഈ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തത് ഇടാൻ ഗൈസ്. ഇവിടെ മുട്ട തൊലി കളയുന്ന ടാസ്ക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിസാഹസികമായ ഈസി. എന്താ മുട്ട കാണിക്ക്. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് എപ്പോഴും മുട്ട തൊലി കളയുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ തനിക്കും ഞങ്ങൾക്ക് രണ്ടരക്ക് മുട്ട തൊലി കളഞ്ഞാൽ ശരിയാവതേ ഇല്ല. ഞങ്ങൾ മുട്ട വരണ്ട് മാറ്റി. ഇപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം തയ്യാർ. ഇവിടെ പാത്രങ്ങൾ കഴുകുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ പ്രേക്ഷകരോട്? അന്ന് ഇങ്ങോട്ട് അടിച്ചിട്ട് ഇതുണ്ടായിരുന്നല്ലോ, ഒരു കൗണ്ടർ ഉണ്ടായിരുന്നല്ലോ, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യമാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡിഷ് വാഷറാണ് ഭർത്താക്കന്മാർ. സംഭവം ശരിയാണ്. ഇത് ഞാൻ കയ്യിലിട്ട് അടിച്ചു വന്നല്ല, പക്ഷെ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങാണ്ട് എവിടുന്നോ ഇങ്ങനത്തെ ഒന്നും വരില്ലല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ദമ്മ് തുറന്നിട്ട് ഇനി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ദം ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എന്താണെങ്കിൽ വിളിക്കുക. എനിക്ക് എന്താ വിളിക്കാന്ന് തോന്നണേ? അപ്പോൾ നമ്മുടെ എന്തായാലും ദം ബിരിയാണി നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ്. ദമ്മ് പൊട്ടിക്കുന്നതല്ല, നമ്മൾ നോർമൽ വെറുതെ അടച്ചു വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബിരിയാണി നമുക്ക് തുറന്നു നോക്കാം. സോംജി ബിരിയാണി സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ. ഞാൻ ബിരിയാണി മസാല ഒന്നും ഇട്ടില്ലല്ലോ. ഇത് ഇളക്കട്ടെ. സക്സസ് ആവാനുള്ള കാരണം എന്താ? മസാല ഒക്കെ അരിഞ്ഞ ഞാനാ, അല്ല ഞാനാ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു സെലിബ്രിറ്റി വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. നന്നായിട്ട് ഇങ്ങോട്ട് നോക്കി ചെറിയ രീതിയിൽ ഒരു ഉപ്പിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറഞ്ഞിട്ടുണ്ട്. ബാക്കി പക്ഷെ ബിരിയാണിയുടെ ആ ഇതുണ്ട് ടേസ്റ്റ്. അരിയൊന്നും ഒരുപാട് വെന്തിട്ടുമില്ല, ഒരുപാട് വെന്തിട്ടില്ല എന്നല്ല, കുറഞ്ഞിട്ടുമില്ല, കറക്റ്റ് വേവാണ്. ചിക്കൻ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഉപ്പിന്റെ മാത്രമേ ചെറിയ പ്രശ്നം കാണുന്നു. ഇത് ഞാൻ പറഞ്ഞ ചെയ്യിപ്പിച്ചതല്ല കേട്ടോ ഗൈസ്. അങ്ങനെ പ്രലോഭനങ്ങളിൽ റിവ്യൂ പറയാറില്ല. ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ. അല്ല ഗൈസ്, ഞാൻ പോയില്ല. ഞാൻ ബിരിയാണി ഇപ്പോഴാണ് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സ്വന്തമായിട്ട് പുകഴ്ത്തണതല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറ്റിപ്പാണോ? നല്ലതാ, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. സക്സസ് ആയി. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ശരിക്കും ബൈ.